ഹലോ മക്കളെ, വെൽക്കം ടു റാൻസ്. അപ്പോഴേ പ്ലസ് വണ്ണിന്റെ എക്സാമുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്സിന്റെ എക്സാം കഴിഞ്ഞപ്പോൾ മക്കൾക്ക് അറിയാം ഭയങ്കര ഡൗൺ ആയിരുന്നു നമ്മളെല്ലാവരും. അപ്പൊ കുറെ ആൾക്കാർ നമ്മൾ ബ്ലെയിം ചെയ്തൊരു കാര്യം, NCERT ടെക്സ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടോ, നിങ്ങൾ അത് വായിച്ചിട്ടുണ്ടോ, നിങ്ങൾ അതിൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ എന്നിങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക നമ്മളോട്. എടാ, ഉത്തരം പറയേണ്ടത് നമ്മൾ തന്നെ. നമ്മൾ കണ്ടിട്ടുണ്ടോ വെച്ചില്ല, ഓക്കെ. പക്ഷെ അത് അവസാനം വെച്ചിട്ട്, അതായത് എക്സാം കഴിഞ്ഞിട്ട് ഇന്ന് വന്നിട്ട് ബ്ലെയിം ചെയ്തൊരു കാര്യമൊന്നുമില്ല. എടാ, നിങ്ങൾ NCERT എക്സാം കാണണ്ടേ, സോറി NCERT ബുക്ക് കാണണ്ടേ എന്നൊക്കെ ഇപ്പൊ ഒന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ എക്സാം നമ്മുടെ ഇത് തുടങ്ങുന്ന സമയത്ത്, പ്ലസ് വൺ ക്ലാസ് തുടങ്ങുന്ന സമയത്തൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് നോക്കായിരുന്നു, നമുക്ക് ഓരോന്നും ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് അത് ഫുൾ ഒരു 2 ടെക്സ്റ്റ് ഒന്ന് ഫിസിക്സിന്റെ എടുത്തിട്ട് നമുക്ക് ചെയ്ത് പഠിക്കാനോ അല്ലെങ്കിൽ നോക്കാനൊന്നും സമയം ഇപ്പൊ ഇല്ല. അതുകൊണ്ടാണ് റാൻസ് എന്ത് ചെയ്യുന്നത്, NCERT പ്രോബ്ലംസ് മുഴുവനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു വീഡിയോയിൽ പ്രസന്റ് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം സാർ നമുക്ക് NCERT മുഴുവൻ പ്രോബ്ലംസ് നോക്കിയിട്ട് ചെയ്ത് പഠിക്കാനുള്ള സമയം ഇല്ലാന്ന് സാർക്ക് അറിയാം. കാരണം അത്യാവശ്യം ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാണ്ട്, അത്യാവശ്യം ഡെറിവേഷൻസ് നിങ്ങൾക്ക് പഠിക്കാണ്ട്, തിയറി പഠിക്കാണ്ട്. അപ്പോ അതിന്റെ കൂടെ തന്നെ NCERT ചോദിക്കുന്ന പ്രോബ്ലംസും മക്കൾ പഠിക്കണം, അത് നിർബന്ധമാണ്. അപ്പൊ പ്രോബ്ലംസ് ഒരു വീഡിയോയിൽ മക്കൾക്ക് തന്നാൽ പിന്നെ ബാക്കി എന്ത് ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ. അപ്പം നിങ്ങൾ ഓക്കെ ആണോ? നിങ്ങൾ കാര്യങ്ങളൊക്കെ സെറ്റ് ആണെങ്കിൽ, നിങ്ങൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തു. കാരണം മക്കളെ, NCERT വരുന്ന ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സാർ സെറ്റ് ചെയ്തുകൊണ്ടെന്നാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണം. ഓക്കെ, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് കാണണം, എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കും. സെറ്റ് ആണോ? ഓക്കെ. അപ്പൊ പ്രോബ്ലംസ് പണി വരുന്നുണ്ട് അവറാച്ചാണ് വരാനുള്ള കാരണം. നിങ്ങൾക്കറിയാം പണി വരാനുള്ള കാരണം എന്തായിരിക്കും? ഈ NCERT നിൽക്കുന്നതിനപ്പോ പലർക്കും ദേഷ്യമാണ്. ഓക്കെ, ഏത് മാത്സ് എക്സാം കഴിഞ്ഞതിന് ശേഷം. അപ്പൊ NCERT ഉള്ള പ്രോബ്ലംസ് നമ്മൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് പണിയാണ്. അപ്പൊ നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ നോക്കടാ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2020 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ട് വൺ വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കടാ. ഓക്കെ. For a pair of initial and final position of a body along a x-axis are given, which pair is given positive displacement of the body? ഇത് ഏത് പെയറാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് തരുന്നത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. ഞാൻ ഇവിടെ വേഗം ചെയ്ത് കാണിക്കാം. എടാ, ഓപ്ഷൻ എ പറയുന്നത്, എടാ ഇവിടെ നിങ്ങൾക്കറിയാം ഇനീഷ്യൽ ആണ് ആദ്യം തന്നിട്ടുള്ളത്, രണ്ടാമത് തന്നുള്ളതാണ് ഫൈനൽ. നിങ്ങൾക്കറിയാം ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ് നമ്മൾ ചെയ്യുക, അല്ലെ? ഇപ്പൊ ഈ പൊസിഷൻ വരെ എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ ചോദിച്ചാൽ ഇത് -10 ആണ്, ഇത് +15 ആണ്, അല്ലെ? അപ്പൊ ഫൈനലിൽ നമ്മൾ എന്ത് ചെയ്യടാ, ഇനീഷ്യല് മൈനസ് ചെയ്യും. അപ്പൊ 15 മൈനസ് 10 എന്ന് പറഞ്ഞാൽ എത്രയടാ? 15 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 25, അല്ലെ? 25. റെഡി? എടാ, ഇനി നോക്ക് ഓപ്ഷൻ ബി നോക്ക്. ഓപ്ഷൻ ബി -12 -15. അപ്പൊ -12 +5 എന്നായി. -12 +5 പറഞ്ഞാൽ -7. ഇത് നെഗറ്റീവ് ആണ് വരുന്നത്. മക്കൾ ശ്രദ്ധിച്ചാൽ ഇത് നെഗറ്റീവ് ആണ് വരുന്നത്, ഇത് നെഗറ്റീവ് ആണ് വരുന്നത്. പോസിറ്റീവ് ഇവിടെ ചോദിച്ചെന്നാ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ഏതിൽ മാത്രമേ വരുന്നുള്ളൂ? ഓപ്ഷൻ എയിൽ മാത്രമേ വരുന്നുള്ളൂ. കൃത്യമായിട്ട് പഠിക്കണേ. സെറ്റാണ്. റെഡി? അടുത്ത ചോദ്യത്തിലേക്ക് പോകും. എടാ, ഫ്രീ ഫാൾ ഈസ് എ യൂണിഫോംലി ആക്സിലറേറ്റഡ് ബോഡി. ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. അറിയുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ലൈവിൽ കൃത്യമായിട്ട് നമ്മൾ പറയും എങ്ങനെ ഗ്രാഫുകൾ ഫുള്ള് സെറ്റ് ആക്കാം എന്നുള്ളത്. obtain the expression for displacement by drawing VT graph. ഓക്കെ, അതൊന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഡെറിവേഷൻ. അപ്പൊ അതൊക്കെ ഡെറിവേഷന്റെ വീഡിയോയിൽ നിങ്ങളെ കാണാം. നമുക്ക് ഇവിടെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പൊ C ക്വസ്റ്റ്യൻ, ഇത് 2022 ചോദ്യം കേട്ടോ. A ball is thrown vertically upward with a velocity 20 meters per second from the top of a building. The height of the point from the where the ball is thrown 25 meters from the ground. How high will the ball rise? എത്ര ഹൈറ്റ് ഉണ്ട് ആ ബോൾ എറിഞ്ഞത്? എടാ, ക്വസ്റ്റ്യൻ തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മക്കളെ പറഞ്ഞേ. ഒന്ന് വെലോസിറ്റി തന്നിട്ടുണ്ട്, അല്ലെ? വെലോസിറ്റി തന്നിട്ടുണ്ട് 20 meters per second എന്നുള്ളത്. ഓക്കെ, വെലോസിറ്റി 20 meters per second. ഒന്നുകൂടെ 20 meters per second. പിന്നെ എന്ത് തന്നിട്ടുണ്ടടാ? നമ്മുടെ ഹൈറ്റ് ദ പോയിന്റ് വേർ ദ ബോൾ ഈസ് ത്രോൺ. എടാ, ഹൈറ്റ് തന്നിട്ടുണ്ട്. എന്ത് ഹൈറ്റാ തന്നാ അറിയോ? എടാ, ഗ്രൗണ്ടിൽ നിന്ന് ആ ബോൾ എറിയുന്നത് വരെയുള്ള ഹൈറ്റ്, അതായത് ബോൾ എറിയുന്ന എവിടുന്ന, അവിടെ ഒരു വരക്കട്ടോ, ഒരു ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ, ടോപ്പ് ബിൽഡിംഗ്. വലിയ കലാകാരനായോണ്ട് ബിൽഡിംഗ് വരച്ചു. ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നാണ് ഇവിടെ നിൽക്കുന്ന ഒരു കുട്ടിയാണ്, ഇവിടെ നിൽക്കുന്ന എന്നെ പോലെ കാണുന്ന ഒരു സുന്ദരനായിട്ടുള്ള, സുന്ദരനാക്കണമെന്നുള്ള ഇയാളെ
സുന്ദരനായിട്ടുള്ള എന്നെ പോലുള്ള ഒരു കുട്ടിയാണ് ബോൾ എന്ത് ചെയ്തത്, ഒരു ബോൾ എടുത്ത് മുകളിലോട്ട് 20 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ എറിയുന്നത് അല്ലെ. എടാ ഈ നമ്മളോട് പറഞ്ഞ് ഗ്രൗണ്ടിൽ നിന്ന് ഈ ബോൾ എറിയുന്നത് വരെയുള്ള ഹൈറ്റ് 25 മീറ്റർ ആണ് പറഞ്ഞത് അല്ലെ. 25 മീറ്റർ ഏത് മുതലടാ, ഗ്രൗണ്ട് മുതൽ ആ ബോൾ എറിയുന്നത് വരെ, അതായത് ആ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മളോട് കാണാൻ പറഞ്ഞ ബോൾ എത്ര ഹൈറ്റിലേക്ക് പോയിട്ടുണ്ടാവുന്നത്. ചോദ്യം വളരെ സിമ്പിൾ ആണ്, ഡയറക്റ്റ്. എടാ ഇയാൾ ഇവിടുന്ന് എറിഞ്ഞ ബോൾ ഇതാ മാക്സിമം ഹൈറ്റ് ഇതാ ഇവിടെ എത്തി. മാക്സിമം ഹൈറ്റില് മക്കൾ കമന്റ് ചെയ്യണം, മാക്സിമം ഹൈറ്റില് അയാളുടെ വെലോസിറ്റി എത്ര ആയിരിക്കും? 0 ആയിരിക്കും. മാക്സിമം ഹൈറ്റിലെ വെലോസിറ്റി എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടി യു എത്ര, ആദ്യത്തെ വെലോസിറ്റി 20 മീറ്റർ/സെക്കൻഡ്, ഫൈനൽ വെലോസിറ്റി 0 മീറ്റർ/സെക്കൻഡ്. ഇത്രയും കിട്ടിയല്ലോ. നിങ്ങൾ ഒരു ഇക്വേഷൻ എടുക്കണം, v² = u² + 2as അല്ലെ. നോക്കടാ, v² പറയുമ്പോൾ 0, ഈ യു എത്രടാ 20² + 2 × എന്ന് പറഞ്ഞാൽ എന്താടാ, എന്ന് പറഞ്ഞാൽ എന്താ, -g ആണ്. അങ്ങനെ സാറേ, എടാ അപ്പോഴും മുകളിലോട്ട് ഒരു സാധനം പോകുമ്പോൾ അതിന് ആക്സിലറേഷൻ താഴോട്ട് ഉണ്ടാവില്ലേ, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഓക്കെ, h നെ ഞാൻ എന്ത് ചെയ്തു, എസ് എന്നുള്ളതിനെ ഞാൻ h എന്നാക്കി. കാരണം മുകളിലോട്ട് നമുക്ക് ഹൈറ്റ് അല്ലേ കണ്ട, അപ്പൊ ഹൈറ്റ് എന്നുള്ളതിൽ h എന്നാക്കി, വേറെ മാറ്റൊന്നുമില്ല. ഇനി ഇത് എത്രടാ, 20² പ്ലസ് അല്ല മൈനസ്, ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ, -2gh അല്ലെ. ഇനി ഞാൻ -2gh ഇക്വേഷൻ പറഞ്ഞു പറഞ്ഞാൽ 2gh = 20² പറഞ്ഞാൽ 400 ആണ്. g എന്ന് പറഞ്ഞാൽ 10 എടുത്താല് 20h അല്ലെ. g പറഞ്ഞാൽ 10, അപ്പൊ 2 × 10 പറഞ്ഞാൽ 20 = 400. അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്തോടാ, ഇർഫാനായോ? ഇർഫാൻ, ബാറ്ററി ചേഞ്ച് ചെയ്യാം. ഞാൻ ഇതിൽ കണ്ടിന്യൂ ചെയ്തോളാം, ബാറ്ററി ചേഞ്ച് ചെയ്തോളാം അല്ലേ. ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ. ഓക്കെ മക്കളെ, അപ്പോ 20h = 400 എന്ന് വന്നു. ഓക്കെ, റെഡി ആണോ? ഫേസ് കാണില്ല എല്ലാവർക്കും, ഫേസ് ഇല്ലല്ലോ, ഇല്ല. അപ്പൊ 20h = 400 എന്ന് വന്നു. 0 കട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ 2h = 40, h = 40/2 വരും 20. അപ്പൊ ഹൈറ്റ് കിട്ടി. ഓക്കെ, 20. റെഡി ആണോ? ഓക്കെ ആണോടാ? ഓക്കെ ആണ്. ഞാൻ വന്നു വീണ്ടും ലുക്ക്. ഓക്കെ, അപ്പോ മകള് ശ്രദ്ധിച്ചു. അടുത്ത ചോദ്യം, എ ബോയ് എന്നെ പോലെ ഒരു ആൺകുട്ടി thrown a ball of mass തന്നിട്ടുണ്ട്, വിത്ത് വെലോസിറ്റി തന്നിട്ടുണ്ട്, ഓഫ് an angle തന്നിട്ടുണ്ട്, വിത്ത് എ ഹൊറിസോണ്ടൽ ആണ്, ശ്രദ്ധിക്കണം. വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ബോൾ ഹയസ്റ്റ് പോയിന്റ്? മകളെ തന്ന കാര്യങ്ങൾ വൃത്തിക്ക് എഴുതി വെക്കുക എന്നുള്ളതാണ് ആദ്യം കുട്ടി ചെയ്യേണ്ടത്. തന്ന കാര്യം ആദ്യം മാസ് തന്നിട്ടുണ്ടല്ലോ, മാസ് എഴുതി വെക്കൂ മക്കളെ. 200 ഗ്രാം ആണോ വേണ്ടത്, കിലോഗ്രാമിലേക്ക് മാറ്റണ്ടേ, × 10⁻⁻⁴ എന്താണ്, ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റി 10⁻³ അല്ലെ. ഇനി വെലോസിറ്റി തന്നിട്ടുണ്ട് എന്താ, 20 മീറ്റർ/സെക്കൻഡ്, ആംഗിൾ തന്നിട്ടുണ്ട് θ 40 ഡിഗ്രി. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. കൈനറ്റിക് എനർജി കാണാനല്ല പറഞ്ഞത്, കൈനറ്റിക് എനർജി = ½ KEU ½ mv². ബട്ട് മക്കളെ ഹൊറിസോണ്ടലി എന്ന് പറഞ്ഞാണ് മുകളിലോട്ട് എറിയ അല്ലെ. നിങ്ങൾക്കറിയാം, ഒരു ബോൾ എറിയുമ്പോൾ പ്രൊജക്ടൈൽ മോഷൻ ഉണ്ടാവും, അത് ഹൊറിസോണ്ടൽ കമ്പോണന്റ്, വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എടുക്കേണ്ടത്, വെർട്ടിക്കൽ അല്ല, ഹൊറിസോണ്ടൽ. ഇത് വെർട്ടിക്കൽ പറഞ്ഞാൽ മുകളിലോട്ടാ, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാല് നേരെ. അപ്പൊ വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം sin θ വരിക, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഏതാ, u cos θ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഹൊറിസോണ്ടൽ. ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ ഓർത്ത് വെച്ചോ, കുത്തനെ മുകളിലോട്ടാണ് ഈ സൈൻ ആണ്, നേരാണ് ഈ കോസ് ആണ്. അപ്പം ഏതെടുക്കേണ്ട അറിയോ, v എല്ലാം എടുക്കേണ്ടത്. എന്താടാ, കൈനറ്റിക് എനർജി = ½ mv cos θ. v എന്താണ്, u cos θ². ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ കിട്ടിയ പരിപാടി കഴിഞ്ഞു. ഇനിയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്ന, ശ്രദ്ധിച്ചോ.
ഇക്വേഷൻ തരി ഹാഫ് എം വി സ്ക്വയർ ആണ് ഹാഫ് എം യു കോസ് തീറ്റ ഹോൾ സ്ക്വയർ. അപ്പൊ ഹാഫ് എം ഇൻറ്റു യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. നിങ്ങൾ ചെയ്തു നോക്കൂലേ, ഹാഫ് ഇൻറ്റു എം 200 ഇൻറ്റു 10⁻³ എം ഇൻറ്റു യു സ്ക്വയർ പറഞ്ഞാൽ യു 20 സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ ഇൻറ്റു 40. ഓക്കെ, നിങ്ങൾ ആൻസർ നിങ്ങൾ ചെയ്തിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. ആൻസർ ചെയ്തിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. കാര്യം മനസ്സിലാവുന്നുണ്ട്, ചെയ്ത് പഠിക്കണം കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്രിക്കറ്റ് ബാൾ ഈസ് ത്രോൺ അതിന്റെ സ്പീഡ് തന്നിട്ടുണ്ട് മക്കളെ. ഇൻ ദ ഡയറക്ഷൻ ആംഗിൾ തന്നിട്ടുണ്ട്. ഹാവ് ഹൊറിസോണ്ടൽ കാൽക്കുലേറ്റ്. മാക്സിമം ഹൈറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. കാണാൻ മാക്സിമം ഹൈറ്റ് കാണാൻ എ ക്വസ്റ്റ്യൻ. ഹൈറ്റ് കാണാൻ പറഞ്ഞ ഇക്വേഷൻ h is equal to u square sin square theta by 2g. u square sin square theta by 2g. ഹൈറ്റ് കാണാൻ പറഞ്ഞു. അപ്പൊ ഹൈറ്റ് യു സ്ക്വയർ എത്ര ക്വസ്റ്റ്യൻ തന്നത്? യു സ്ക്വയർ 28 അല്ലെ, 28 സ്ക്വയർ. പിന്നെ സൈൻ സ്ക്വയർ തീറ്റ ക്വസ്റ്റ്യൻ തന്നത് 30 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ 9.8 എടുക്കുക, അല്ലെങ്കിൽ 10 എടുക്കുക. 9.8 10 കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആൻസർ വരുന്നത് h എത്ര അറിയോ? 10 മീറ്റർ ആണ്. ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ആൻസർ 10 മീറ്റർ ആണ് വരുന്നത്. ഒന്ന് ചെയ്ത് നോക്കണം, ഒന്ന് വൃത്തിക്ക് പഠിച്ചോളൂ. ഓക്കെ, അപ്പൊ എന്ത് കിട്ടിയടാ? മാക്സിമം ഹൈറ്റ് കിട്ടി. ഇനി കാണേണ്ടത് ടൈം ഓഫ് ഫ്ലൈറ്റ് അല്ലെ. ടൈം കാണാൻ പറയാം. ബി ക്വസ്റ്റ്യൻ എന്താ കാണാൻ പറയാം? ടൈം ആ മക്കളോട് കാണാൻ പറയാം. ടൈം കാണാൻ പറഞ്ഞാൽ ഇക്വേഷൻ t is equal to 2u sin theta by g ആണ്. 2u sin theta. 2 into u പറഞ്ഞാൽ 28 into sin theta എന്ന് പറഞ്ഞാൽ sin 30 by 9.8 അല്ലെ, 9.8. ആൻസർ വരുന്നത് ടി എന്ന് പറഞ്ഞാൽ 2.9 അല്ലെങ്കിൽ 3 സെക്കൻഡ്. ഓക്കെ, പഠിച്ചോട്ടോ, വൃത്തിക്ക് പഠിച്ചോ. സി ക്വസ്റ്റ്യങ്ങളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? ദ ഡിസ്റ്റൻസ് ഫ്രം ദ ത്രോവർ ടു ദ പോയിന്റ് വേർ ദ ബോൾ റിട്ടേൺ ടു ദ സെയിം ലെവൽ. സംഭവം എന്താ അറിയോ? എടാ, ഡിസ്റ്റൻസ് എറിഞ്ഞ ആളെ മുതൽ ഇവിടുന്ന് എറിഞ്ഞു, ഒരാൾ ഇവിടുന്ന് എറിഞ്ഞു, എന്നിട്ട് ആ ബോൾ ഇങ്ങനെ പോയിട്ട് ഒരു സ്ഥലത്ത് പോയി വീണല്ലോ. ആ വീണത് വരെയുള്ള സെയിം ലെവലിലുള്ള ഡിസ്റ്റൻസ് അതിനെ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പൊ ഇനി അടുത്ത റേഞ്ച് കണ്ടത്. റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. അപ്പൊ 28 സ്ക്വയർ ഇൻറ്റു സൈൻ 2 ഇൻറ്റു 30 അല്ലെങ്കിൽ സൈൻ 60 ബൈ 9.8. ആൻസർ എത്ര വരുന്നുണ്ടോ? ആൻസർ വരുന്നത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടുമോ? 69 മീറ്റർ കിട്ടൂടാ. 69 മീറ്റർ. താഴെ എഴുതിയ കാണുന്നുണ്ടാവില്ല അല്ലെ. ഓക്കെ, 9.8 ആട്ടോ. താഴെ ഒന്ന് നോക്കണം കേട്ടോ. മനസ്സിലാവും? റെഡിയാണോ? വൃത്തിക്ക് പഠിച്ചോളൂ, വൃത്തിക്ക് കാര്യങ്ങൾ പഠിച്ചോളൂ. അടുത്ത ചോദ്യത. ആൻ ഇൻസെക്ട് ട്രാപ്പ്. ഒരു ഇൻസെക്ട് കുടുങ്ങി. ഇവിടെ ട്രാപ്പഡ് ഇൻ എ സർക്കുലർ ഗ്രൂവ്. റേഡിയസ് വന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ. റേഡിയസ് 12 സെന്റിമീറ്റർ. 12 സെന്റിമീറ്റർ. മൂവ്സ് അലോങ് ദ കംപ്ലീറ്റ് 7 റെവല്യൂഷൻ ഇൻ 100 സെക്കൻഡ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. 7 revolutions in 100 seconds. Okay. A question. What is the angular speed? Linear speed. ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മൾ ചെയ്യേണ്ട കാര്യത്തുള്ളൂ. 7 revolutions per second എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനാറും ടൈം പീരീഡ് കാണാനാണ്. ടൈം പീരീഡ് നിങ്ങൾക്ക് അറിയാം. 7 revolutions എപ്പോഴാ? 100 സെക്കൻഡിൽ. അപ്പം 100 ഒരു റെവല്യൂഷനിലുള്ള ടൈം എത്ര എന്നുള്ളതാണ് ടൈം പീരീഡ്. ഒരു റെവല്യൂഷൻ എടുക്കുന്ന സമയമാണ് ടൈം എന്ന് പറയാം, അല്ലെങ്കിൽ പീരീഡ് എന്ന് പറയാം അല്ലെ. ഒരു റെവല്യൂഷൻ എടുക്കുന്ന സമയമാണ് പീരീഡ്. അപ്പൊ 7 റെവല്യൂഷന് 100 സെക്കൻഡ് ആണെങ്കിൽ ഒരു റെവല്യൂഷൻ എത്ര? 100/7. 100/7 സെക്കൻഡ്. ഓക്കെ, 100/7 സെക്കൻഡ് ടൈം കിട്ടി. പീരീഡ് കിട്ടി. സൈഡിലാണെങ്കിൽ എഴുതിച്ചോ, പീരീഡ് കിട്ടി. ഓക്കെ, റെഡി. ഇനി നമുക്ക് എ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്? എ ക്വസ്റ്റ്യനോട് പോകാം. എ ക്വസ്റ്റ്യനോട് ചോദിച്ച ആംഗുലർ സ്പീഡ് ആണ് ഒമേഗ ചോദിച്ചു. ഒമേഗ കാണാനുള്ള ഇക്വേഷൻ എന്താ? 2π/t. 2π/t. ഒമേഗ കാണാൻ എന്താ ചെയ്യേണ്ടത്? 2π/t. 2π/t പറഞ്ഞാൽ 2π/t എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 100/7 അല്ലെ. എടാ, മൂന്നാമത്തെ ആൾ എന്ത് ചെയ്യും? ഇക്വേഷന്റെ മുകളിലോട്ട് പോകും. അതായത് 2π × 7/100 വരും. ആൻസർ 2π × 7/100 എന്ന് പറയുമ്പോൾ ആൻസർ ഏകദേശം 0.44 റേഡ് പെർ സെക്കൻഡ് വരും. പഠിച്ചാൽ 0.44 റേഡ് പെർ സെക്കൻഡ്. നിങ്ങൾ കാൽക്കുലേറ്റർ ഇല്ലേ, ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ലീനിയർ സ്പീഡ് കാണാം. ലീനിയർ സ്പീഡ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ലീനിയർ സ്പീഡ് വി പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചൊരു ഇക്വേഷൻ വിയും ഒമേഗയും തമ്മിലുള്ള ഒരു കണക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. v = ഒമേഗ. ഒമേഗ ക്വസ്റ്റ്യൻ എന്താണ്? 0.44.
അല്ലെ, പുറത്ത് ചെയ്തു അല്ലെ. വി is equal to ഒമേഗ ആറ്. ഒമേഗ ക്വസ്റ്റ്യനിൽ നിന്ന് 0.4 ക്വസ്റ്റ്യനിലെല്ലാം നമ്മൾ കണ്ടെത്തി. ഓക്കെ, 6 ക്വസ്റ്റ്യനിൽ തന്നത് എന്താ 12 സെന്റിമീറ്റർ. അതിന് മീറ്ററിലേക്ക് മാറ്റിയാൽ എന്ത് ചെയ്യും 12 into 10⁻², അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ആൻസർ എത്ര വരൂടാ? ആൻസർ 5.3 into 10⁻² meter per second. ഓക്കെ, 5.3 into 10⁻² meter per second തരും. റെഡി ആണോ? ഇനി ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ബി ക്വസ്റ്റ്യൻ, is the acceleration vector is constant? ഇവിടുത്തെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണോ മക്കളെ മനസ്സിലാക്കുക. ഒരു സർക്കുലാർ ഇതിൽ, ഓക്കെ, ഞാൻ എഴുതി തന്നെ കാണിക്കല്ലേ. അപ്പൊ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്. അപ്പോൾ ഈ സർക്കിൾ നമുക്ക് വേണമെങ്കിൽ നല്ല അടിപൊളി സർക്കിൾ വരയ്ക്കാം. ഇതൊരു അടിപൊളി സർക്കിൾ. യെസ്, ഓക്കെ. അപ്പം ഇങ്ങനെ ഒരു സർക്കിളിൽ നിങ്ങൾക്കറിയാം ഇതിന്റെ ഓരോ പോയിന്റിലും, ഈ പോയിന്റിലുള്ള എന്തുണ്ടാവും അവിടെ വെലോസിറ്റി ഈ ഡയറക്ഷനിലാണ്, അല്ലെ. വെലോസിറ്റി ഇങ്ങനെ മാറുന്നുണ്ട്, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആവും. ഇല്ല, ആക്സിലറേഷൻ മാറും. വെലോസിറ്റി വെക്ടറും കോൺസ്റ്റന്റ് അല്ല, ആക്സിലറേഷനും കോൺസ്റ്റന്റ് അല്ല കേട്ടോ. ഈച്ച് ആൻഡ് എവരി പോയിന്റ് എന്തെങ്കിലും ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി വിൽ ചേഞ്ച്. സോ ആക്സിലറേഷൻ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യട്ടോ. പിന്നെ അടുത്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ മാത്രമല്ല, വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ്? ആക്സിലറേഷൻ കാണാൻ പറയുന്നത്. ആക്സിലറേഷൻ ഇക്വേഷൻ ഓടിച്ച് = ഒമേഗ² ആണ്. അപ്പൊ നിങ്ങൾ 0.44 ഹോൾ സ്ക്വയർ ഇൻറ്റു 12 ഇൻറ്റു 10⁻². ആൻസർ ഏകദേശം 2.3 ഇൻറ്റു 10⁻² മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വരും കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. റെഡി? അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മക്കളെ. കാര്യങ്ങൾ ഓക്കെ അല്ലടാ, വളരെ കൃത്യമായിട്ട് പഠിച്ചോളൂ കേട്ടോ. A bullet of mass 0.4 kilogram move with a speed 90 meter per second enters a heavy wooden block and stopped after a distance 60 centimeter. What is the average resistive force exerted the block on the bullet? എടാ, ഒരു ബുള്ളറ്റ് ഫയർ ചെയ്തപ്പോ എന്താ, ഒരു വുഡൻ ബ്ലോക്കിന്റെ ഉള്ളിലേക്ക് അതിങ്ങനെ തുളച്ചിങ്ങനെ കയറി പോകുമ്പോൾ അതിങ്ങനെ വുഡൻ ബ്ലോക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യും. ഇങ്ങനെ റെസിസ്റ്റ് ചെയ്ത് ഇങ്ങനെ നിർത്തുമ്പോൾ ഇതിങ്ങനെ ബുള്ളറ്റ് ഇങ്ങനെ കയറി ഇങ്ങനെ പോയിട്ട് കുറച്ചിങ്ങനെ പോയപ്പോ ഇങ്ങനെ നിന്നു, അല്ലെ. കുറച്ചുള്ളിലോട്ട് കയറി പോയപ്പോ ഇതിന്റെ റെസിസ്റ്റൻസോട് നിന്നു. ഓക്കെ, എത്ര മീറ്റർ പോയത്? ബുള്ളറ്റ് ഓഫ് മാസ് എന്നുള്ളത് 90 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു 60 സെന്റിമീറ്റർ ഉള്ളിലോട്ട് കയറിപ്പോയി. ഓക്കെ, അപ്പൊ അവിടെ എത്ര റെസിസ്റ്റീവ് ഫോഴ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? ഫോഴ്സ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. ക്വസ്റ്റ്യനിൽ തന്ന സാധനങ്ങളൊക്കെ ഒന്ന് എഴുതിച്ചേ. മാസ് എന്നാണ് എത്ര? 0.04 കിലോഗ്രാം വന്നിട്ടുണ്ട്. വെലോസിറ്റി എന്നാണ് 90 മീറ്റർ പെർ സെക്കൻഡ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെന്താ തന്നിട്ടുള്ളത്? ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് 60 സെന്റിമീറ്റർ അല്ലെങ്കിൽ 60 ഇൻറ്റു 10⁻² മീറ്റർ വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി എത്രയായിരിക്കും? ഇങ്ങനെ ഒരു വുഡൻ ബ്ലോക്കിന്റെ ഉള്ളിലോട്ട് ഇതിങ്ങനെ കയറി അവസാനം ഇത് നിന്നു, അല്ലെ. അപ്പൊ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അവസാനം നിന്നു. അപ്പൊ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. then നോക്കടാ, നമ്മൾ ഇക്വേഷൻ എടുത്തു. ഏത്? v² = u² + 2as. ഇതിനെ സാർ ഇക്വേഷൻ. ഇതില് v² നിങ്ങൾക്ക് അറിയാം, u അറിയാം, s അറിയാം, a കാണാം. F = ma. നിങ്ങൾക്ക് അറിയാം ഇക്വേഷൻ F = ma, അല്ലെ. അതിൽ m നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നാണ്, m പാടെ കിട്ടിയ ആൻസർ ആയി. അപ്പൊ v² = u² + 2as എന്നുള്ള ഇക്വേഷൻ എടുക്കുക. v² = u² + 2as എന്നുള്ള ഇക്വേഷൻ എടുത്താൽ a കിട്ടും. v² 0 ആണ്. u² എന്ന് പറഞ്ഞാൽ എത്രടാ? u² എന്ന് പറഞ്ഞാൽ 90² ആണ്, പ്ലസ് 2 ഇൻറ്റു a ഇൻറ്റു s എന്ന് പറഞ്ഞാൽ 60 ഇൻറ്റു 10⁻² ആണ്, അല്ലെ. ദെൻ ഞാൻ എന്ത് ചെയ്തോടാ, ഈ 19 ഇക്വേഷനെ പുറത്തുനിന്ന് -90² = 2a ഇൻറ്റു 60 ഇൻറ്റു 10⁻² എന്ന് വരും, അല്ലെ. അതിൽ എനെ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? a = ഈ -90² ഡിവൈഡ് ബൈ ഈ സാധനങ്ങളൊക്കെ താഴോട്ടുണ്ട് 2 ഇൻറ്റു 60 ഇൻറ്റു 10⁻², അല്ലെ. ആൻസർ ഏകദേശം വരുന്നത് എത്രയാണ്? ഓക്കെ, നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയോ? ഞാൻ കാൽക്കുലേറ്ററിലൂടെ ചെയ്ത് വെച്ചാണ്. -6750 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എന്താണ് മൈനസ് വരുന്നതാ? ഇത് റിട്ടാർഡേഷൻ ആണ്. ഉള്ളോട്ട് ഇങ്ങനെ കയറുമ്പോൾ സ്പീഡ് കുറഞ്ഞു വരിക. അപ്പൊ റിട്ടാർഡേഷൻ ആണ്, അല്ലെ. സ്പീഡ് കുറയുന്നതുകൊണ്ടാണ് മൈനസ് നോക്കുന്നത്. ഓക്കെ ആണോ? ഇനി നിങ്ങൾക്ക് അറിയാം F = ma ആണ്, അല്ലെ. അപ്പൊ m എത്ര? 0.04 ആണ്. ഇൻറ്റു -6750. ആൻസർ വരുന്നത് എത്ര മക്കളെ? -270 ന്യൂട്ടൺ.
എത്ര തന്നെ -270 ന്യൂട്ടൺ. റെഡി ആണോ? ക്ലിയർ ആണോ മക്കളെ ക്ലിയർ ആണോ? ആണെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു എന്ത് ഇട്ടോ കമന്റിലേക്ക് ഇങ്ങനെ ലൈക്ക് ഇട്ടോ ഒരു കുഴപ്പമില്ല മക്കളെ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാ ഇപ്പോ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയം വളരെ ലേറ്റ് ആണ്. ഓക്കെ, ഞാൻ സമയം പറയുന്നില്ല. അപ്പൊ എനിവേ മക്കൾ എന്ത് ചെയ്യണടാ, വളരെ കൃത്യമായിട്ട് പഠിക്കൂല ഇല്ലേ? ചോദ്യങ്ങൾ തീർന്നിട്ടില്ല. ചോദ്യങ്ങളെ കൊണ്ട് ഇതാ വീണ്ടും നിങ്ങൾ മുന്നിലോട്ട് വരികയാണ്. ഓക്കെ, ഇഫ് എ പെർപെൻഡിക്കുലർ ഓഫ് ബി, സോറി, എ is perpendicular to B, what is the value of A dot B? Find the angle between the force F and displacement D. ഓക്കെ, ആംഗിൾ കാണാനാ പറഞ്ഞത്. നിങ്ങൾക്കറിയാം പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ഡോട്ട് ബി എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ഡോട്ട് ബി എന്തായിരിക്കും? കമന്റ് ചെയ്തോട്ടോ, നിങ്ങൾക്ക് അറിയുന്ന കാര്യം. നിങ്ങൾ വെക്ടർ എന്നുള്ള ഒരു ചാപ്റ്റർ ഫുള്ള് പഠിച്ചാൽ തന്നെ. ബി ക്വസ്റ്റ്യൻ ആണ് ഞാൻ ആൻസർ ചെയ്തത്. ഓക്കെ, ബി ക്വസ്റ്റ്യൻ 2018 ചോദ്യം കേട്ടോ, പഠിച്ചോളൂ. ബി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു, അതിന്റെ ആൻസർ കമന്റ് ചെയ്യണം. ഇതാ ഈ ക്വസ്റ്റ്യൻ ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യണം കേട്ടോ. ഇതിന്റെ ആൻസർ എന്താ? എ ഡോട്ട് ബിന്റെ ആൻസർ എന്താ? എ ക്വസ്റ്റ്യൻ കമന്റ് ചെയ്യുന്നത്. എ ഡോട്ട് ബി രണ്ടും പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ഡോട്ട് ബി എന്തായിരിക്കും? എ ഡോട്ട് ബി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എ ഡോട്ട് ബി പറഞ്ഞാൽ എന്താ? എ ബി കോസ് തീറ്റ ആണ്. കോസ് പ്ലസ് 90 ആവുമ്പോഴാണ് കോസ് എന്താവുക? 0 ആവും. ഓക്കെ, അപ്പൊ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? ബി ക്വസ്റ്റ്യൻ ആംഗിൾ കാണാനാണ്. നിങ്ങൾക്ക് അറിയാം ഇവിടെ എഫ് ഉണ്ട്, ഡി ഉണ്ട്. അപ്പം എഫ് ഡോട്ട് ഡി ചെയ്താല് നിങ്ങൾക്ക് അറിയാം എഫ് ഡി കോസ് തീറ്റ എന്ന് കിട്ടും. ഇത് തീറ്റ അല്ല കിട്ടണ്ടേ, കോസ് തീറ്റ അല്ല കിട്ടണ്ടേ. അപ്പൊ എന്ത് ചെയ്യണം? കോസ് തീറ്റ ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ബൈ എഫ് ഡി. അപ്പൊ ഇനി എഫ് ഡോട്ട് ഡി എന്താന്ന് കാണണം. എഫ് ഡോട്ട് ഡി എങ്ങനെ കാണണടാ? എടാ അത്രേ ഉള്ളൂ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 5 15 പ്ലസ് 4 × 4 16. ഓക്കെ, -5 × 3 -15. അപ്പൊ +15 -15 പോയാൽ 16 ആണ് ആൻസർ. കിട്ടിയോ? 16 ആൻസർ കിട്ടി. അപ്പൊ എഫ് ഡോട്ട് ഡി കിട്ടി. നിങ്ങൾ എന്ത് കാണണം? എഫ്, ഇവിടെ എഫ് ഉണ്ട്, ഡി ഉണ്ട്, രണ്ടും കാണണം. എഫ് എങ്ങനെ കാണുക? എഫ് കാണാൻ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് എഫിന്റെ ആൾക്കാർ ആരൊക്കെ ഉണ്ട്? എഫിൽ 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. 3² + 4² + 5². എത്ര കിട്ടുക? 9 + 16 + 25. ഓക്കെ, √15 വരും. ഓക്കെ, ഇനി ഡി കാണണം. ഡി എങ്ങനെ കാണാം? റൂട്ട് ഓഫ് ആരൊക്കെ ഉണ്ട് അതിലും ആരൊക്കെ ഉള്ളത്? 5 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട്. ഓക്കെ, 5² + 4² + 3². ഓക്കെ, 25 + 16 + 9. ഓക്കെ, അത് എത്ര? √50. റെഡി? രണ്ടും √50 വന്നു. അപ്പൊ എഫ് ഡി എന്ന് പറഞ്ഞാൽ എത്രടാ? എഫ് ഇൻറ്റു ഡി എന്ന് പറഞ്ഞാല് √50 × √50. ഓക്കെ, അപ്പൊ എത്ര വരും? അപ്പൊ വെറും 50 ആവും. √50 × √50 എത്ര? 50. അപ്പൊ ഇനി കോസ് തീറ്റ കാണാം. കോസ് തീറ്റ ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ബൈ എഫ് ഡി. എഫ് ഡോട്ട് ഡി പറഞ്ഞാൽ 16 ആയിരുന്നു, ബൈ എഫ് ഡി പറഞ്ഞാൽ 15. 16/15. പൂരിത കഴിഞ്ഞോ? കിട്ടിയോ? നിങ്ങൾ കൂടെ ഇത് പോസ് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളും കൂടെ ഇങ്ങനെ ചെയ്ത് പോരണേ മക്കളെ. നിങ്ങളും ഇതിന്റെ കൂടെ സീരിയസ് ആയിട്ട് പഠിച്ചില്ല എങ്കിൽ നാളത്തെ പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ റാൻസിന്റെ മക്കൾക്ക് എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും കേട്ടോ. ഓക്കെ, എ വെഹിക്കിൾ ഓഫ് മാസ് എം ഈസ് മൂവിംഗ് ഓൺ എ ബാങ്കിങ് ഓഫ് റോഡ്. ബാങ്കിങ് ഓഫ് റോഡ് എന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്കവാറും ചോദ്യങ്ങൾ ചാൻസ് ഉണ്ട്. ഓക്കെ, ആദ്യത്തെ 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, വേരിയസ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഫോൺ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ബാങ്കിങ് ഓഫ് റോഡിന്റെ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഉറപ്പായിട്ടും ചോദിക്കും, നാളത്തെ ചോദ്യ പേപ്പറിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെപ്പറേറ്റ് വീഡിയോ ആണ് ചെയ്യും. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ എ സർക്കുലർ റോഡ് ഓഫ് റേഡിയസ് 300 meter banked at an angle of 50 degree. If the coefficient of friction between the wheels of a car and road is 0.2, what is optimum speed? എന്താ ചോദിച്ചേ? ഒപ്റ്റിമം സ്പീഡ് എന്ന് വെച്ചാൽ v is equal to √rg tan theta. ഒപ്റ്റിമം സ്പീഡ് വെച്ചാൽ എന്താണ്? √rg tan theta. ഓക്കെ, അപ്പൊ v is equal to r എത്ര ക്വസ്റ്റ്യൻ 300 meter. √300 × 10 × tan theta എത്രയുടെ ക്വസ്റ്റ്യൻ 50. tan 50 degree. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ആൻസർ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. അത് സാർ ഒക്കെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ തന്നെ ചെയ്യണ്ടേ? ഏയ് പ്രഭോ,
ഫുള്ള് ഞാൻ ചെയ്യണോ വേണ്ട, കാരണം നിങ്ങൾക്ക് റൂട്ട് കിട്ടിയാൽ നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡയറക്ഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലെ. ഞാൻ അത് ഫുള്ള് ഇങ്ങനെ ചെയ്തിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് കാര്യമുണ്ടോ, ഒരു കാര്യമില്ല. അപ്പൊ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക, നിങ്ങളെ പേപ്പറിൽ ചെയ്ത അവസരം അണ്ടർലൈൻ ചെയ്ത് സെറ്റ് ആക്കി കേട്ടോ. എനിവേ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അറ്റ് ഡെപ്ത്, നമ്മുടെ ഫ്ലൂയിഡ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ. അറ്റ് ഡെപ്ത് 100 meter in an ocean, what is the absolute pressure, what is the gauge pressure? Okay, രണ്ടും നമുക്ക് ചെയ്തത്. അബ്സല്യൂട്ട് പ്രഷർ എന്ന് വെച്ചാൽ ഇക്വേഷൻ എന്താ, പി is equal to പി എ പ്ലസ് എന്താടാ എച്ച് റോ ജി, എച്ച് റോ ജി, എച്ച് റോ ജി, എച്ച് റോ ജി. ഓക്കെ, പി എ പ്ലസ് എച്ച് റോ ജി. ഓക്കെ, അത് ചില ആൾക്കാർ റോ ജി എച്ച് വരാറുണ്ട്, എച്ച് റോ ജി, അതുകൊണ്ട് ഞാൻ കൺഫ്യൂഷൻ ഞാൻ എപ്പോഴും എച്ച് റോ ജി യൂസ് ചെയ്യല്, അതാണ് പഠിക്കാൻ കുറച്ചുകൂടി എനിക്ക് നല്ലത്. കുറെ ആൾക്കാർ ഞാൻ അങ്ങനെ എച്ച് റോ ജി ചെയ്ത് മാറി സാർ റോ ജി എച്ച് അല്ലേ, എച്ച് റോ ജി എന്താ റോ ജി എച്ച്. ഓക്കെ ഓക്കെ, ദെൻ അബ്സല്യൂട്ട് പ്രഷർ പി is equal to പി എ എന്താ, പി എ എന്താ, പി എ എന്താ, പി എ നിങ്ങൾക്ക് അറിയാം 1.01 into 10⁵. പി എന്താണ് 1.01 into 10⁵. പഠിച്ചു വെച്ചാൽ അല്ലേ, അല്ലേ നിങ്ങൾക്കറിയാം. ദെൻ എച്ച് എന്താ, എച്ച് ക്വസ്റ്റ്യനിൽ തന്നാണല്ലോ, ഡെപ്ത് ആണ് എച്ച്, ഡെപ്ത് ആണ് എച്ച് അല്ലെ. അപ്പൊ ക്വസ്റ്റ്യനിൽ തന്ന സാധനങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ എച്ച് 1000 കൊടുത്തു. പിന്നെന്താന്നുള്ളത് റോ, റോ എന്തിന്റെ റോ, വാട്ടറിന്റെ ദ ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ അവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് 1.03 into the 10⁵ ആട്ടോ, into 10⁵. അതാണ് ഞാൻ കൺഫ്യൂഷൻ അടിച്ചത്. into 10⁵. ഇനി ജി എത്ര നിങ്ങൾക്ക് അറിയാം, 10 കൊടുത്തു കേട്ടോ. ജി ഞാൻ 9.8 അല്ല, ഞാൻ 10 കൊടുത്തു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എത്ര അറിയാം, കാൽക്കുലേറ്റ് ചെയ്താൽ 1.01 into ഓക്കെ, ആൻസർ വരുന്നത് 104 ATM ആട്ടോ. അത് നിങ്ങൾക്ക് ATM അല്ല, നിങ്ങൾക്ക് പാസ്കലിൽ തന്നെ ആണ്, പാസ്കലിൽ നിങ്ങൾക്ക് കിട്ടുക. പാസ്കൽ കിട്ടുമ്പോൾ 104 into 10⁵ വരും. ഓക്കെ, 10⁵ പാസ്കൽ. പിന്നെ ATM ഒക്കെ ആണെങ്കിൽ 104 ATM എഴുതിയാലും മതി കേട്ടോ. എനിവേ, ഇനി ഗേജ് പ്രഷർ ചോദിക്കും. ഗേജ് പ്രഷർ ചോദിച്ച മക്കൾ ചെയ്യേണ്ടത് ഗേജ് പ്രഷർ ബി ക്വസ്റ്റ്യൻ അല്ലേ. ഗേജ് പ്രഷർ എന്താ പറയുക, പി മൈനസ് പി എസ് ഈക്വൽ ടു എച്ച് റോ ജി. ഇതാണ് ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ പി മൈനസ് പി എസ് ഈക്വൽ ടു എച്ച് റോ ജി. അപ്പൊ ഏത് മാത്രം എടുത്താൽ മതി, ഈ എച്ച് റോജിന്റെ ഈ ഭാഗം മാത്രം എടുത്താൽ മതി, ഈ ഭാഗം. ഓക്കെ, 1000 into 103 into 10⁵ into 10 അത് മാത്രം എടുത്താൽ മതി. ആൻസർ 103 into 10⁵ പാസ്കൽ എന്ന് പറയും, അല്ലെങ്കിൽ 103 ATM. അടുത്ത ക്വസ്റ്റ്യൻ. റെഡി ആണോടാ, ഒന്ന് ചിരിച്ചാലും റെഡി ആണെങ്കിൽ, ഇപ്പൊ ഇതുവരെ റെഡി ആണെങ്കിൽ ഒന്ന് ചിരിക്കുന്ന നല്ല അടിപൊളിയായിട്ട് ചിരി തന്നെ കാണാം. ചിരി തന്നെ അല്ലേ, ചിരിക്കുന്ന ഒരു അടിപൊളി ഇമോജിറ്റ്. ഓക്കെ, എനിക്കൊരു സന്തോഷത്തിനാടാ. പിന്നെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ ഇതില് ഒരു, ഓക്കെ, നമുക്കത് പരിചയമില്ലാത്തോണ്ടാട്ടോ, അതുകൊണ്ടാണ് എന്റെ കറക്റ്റ് ഷേപ്പ് ഇട്ടാത്തത്. ഇതിൽ എന്റെ ഷേപ്പ് ഒന്നും ഇല്ലല്ലോ, ഇല്ലടാ, എന്തൊരു ഷേപ്പ് ഒന്നും ഇല്ല. ഓക്കെ, അതെ, നിങ്ങളെ മറ്റേ ഇതിൽ കീപാഡിൽ ഇങ്ങനത്തെ ഷേപ്പ് ഒക്കെ ഉണ്ടോ? കുറച്ചുകൂടെ വൃത്തി ഉണ്ടാവുക. അത് ഇടുക. ഓക്കെ, അതിൽ കളറ് റെഡ് തന്നെ കൊടുക്കുക, എന്നിട്ട് ഇട്ടോളി. എനിവേ, അടുത്ത ചോദ്യം നോക്കടാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എടാ T1 വന്നിട്ടുണ്ട്, T2 വന്നിട്ടുണ്ട്. നമ്മൾ അവസാനത്തേക്ക് എത്താട്ടോ. T1 വന്നിട്ടുണ്ട്, T2 വന്നിട്ടുണ്ട്. പിന്നെ ഫൈൻഡ് ദ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ. കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി കാണാൻ പറഞ്ഞു. എടാ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് T1 എത്ര, T1 എത്ര 100°C അല്ലെ. എടാ സെൽഷ്യസ് നേരെ അതിന് കെൽവിനിലേക്ക് മാറ്റണം. അപ്പൊ 100°C പ്ലസ് എന്തുണ്ടാവും 273 എന്ന് വരും. അപ്പൊ എത്ര 373 കെൽവിൻ. ഓക്കെ, ഓക്കെ. അടുത്ത് T2 ക്വസ്റ്റിൽ വന്ന് 0°C ആണ്. അതിന് കെൽവിനിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യും, 273 കെൽവിൻ ആവും. കിട്ടിയല്ലോ. കെൽവിനിലേക്ക് മാറ്റുക എന്നുള്ള മസ്റ്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, എഫിഷ്യൻസി നിങ്ങൾക്ക് അറിയാം. എഫിഷ്യൻസിന്റെ ഇക്വേഷൻ T1 മൈനസ് T2 ബൈ T1 അല്ലെ. അപ്പൊ T1 നിങ്ങൾക്ക് അറിയാം 373 മൈനസ് 273 ബൈ 373. എത്ര 373 മൈനസ് 273 ബൈ 373. ആൻസർ വരിക 100 ബൈ 373. ആൻസർ ഏകദേശം 0.036 ആണ്. 0.036 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, വാട്ട് പെർസെന്റേജ് അല്ലല്ലേ, ഫൈൻഡ് ദ എഫിഷ്യൻസി. ഓക്കെ, എഫിഷ്യൻസി 0.036 ആണ്. എത്ര പെർസെന്റേജ് ആണെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 36% എന്നൊക്കെ എഴുതി കൊടുക്കാം. ഓക്കെ, റെഡി.
എനിവേ അടുത്തത് യെസ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എ വേവ് ട്രാവലിംഗ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളൂ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എ വേവ് ട്രാവലിംഗ് അലോങ് എ സ്ട്രിംഗ് is disturbed y is equal to xt 0.005 sin xt minus 3t. Calculate the amplitude, wavelength, period, frequency. ഇതിൽ ഏതും ചോദിക്കും മക്കളെ. എടാ നോക്കണം, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് y of xt is equal to എടാ ഒരു ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷൻ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ കമ്പയർ ചെയ്യും മക്കളെ. എന്തിനു മടിക്കണം, നിങ്ങൾ ഇക്വേഷൻ എടുക്കൂ. ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, y of xt is equal to ഓക്കെ a sin ഒമേഗ ടി പ്ലസ് 5 അല്ലെ, ഒമേഗ എ സൈൻ കെ എക്സ് മൈനസ് കെ എക്സ് ഇതില്ല അല്ലെ, കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് 5 അല്ലെ, കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് 5. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ, ഇത് ഏത് ഡയറക്ഷനിലാണെന്നുള്ളത്. ഡയറക്ഷൻ ചോദിക്കാൻ എന്തുമാണ് ചോദിക്കാറുണ്ട്, ഡയറക്ഷൻ ഏതാടാ, പോസിറ്റീവ് ആണ്. എങ്ങനെ മനസ്സിലായി, ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ആൻസർ പോസിറ്റീവ്, അങ്ങനെ ഓർത്ത് കേട്ടോ. അപ്പൊ റെഡിയാണോ, ഇത്രയും കാര്യങ്ങളൊക്കെ ആണോ, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാല്, ഓക്കെ, ചെയ്യേണ്ട കാര്യം ആദ്യം ആംപ്ലിറ്റ്യൂഡ് കാണണം. ആംപ്ലിറ്റ്യൂഡ് കാണാൻ എങ്ങനെ, ഇതിൽ ഒന്നാമത്തെ ആളെടുക്കുക, അതാണ് ആംപ്ലിറ്റ്യൂഡ് 0.005. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയാണ് 0.005, ഒന്നാമത്തെ ആൾ ആരാണോ അതാണ് ആംപ്ലിറ്റ്യൂഡ്. അടുത്ത ചോദിച്ചത് എന്താ, വേവ് ലെങ്ത് അല്ലെ. വേവ് ലെങ്ത് കാണുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് ആംഗുലാർ ഫ്രീക്വൻസി എന്ന് കാണാം, അതാണ് കുറച്ചുകൂടെ എളുപ്പം. വേവ് ലെങ്ത് കാണാട്ടോ, വേവ് ലെങ്ത് കാണാൻ എളുപ്പമാണ്, ഒരു കുഴപ്പമില്ല. നമുക്ക് വേവ് ലെങ്ത് കാണാൻ കെ ഇല്ലേ, കെ എന്ന് പറഞ്ഞാല് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കെ എന്ന് പറഞ്ഞാൽ 2π ലാംഡ ആണ് അല്ലെ. കെ ക്വസ്റ്റ്യൻ എത്ര, കെ എക്സ്, എക്സിന്റെ കൂടെ ഉള്ള 8 ആണ് കെ. അപ്പൊ 8 is equal to 2π ലാംഡ, ലാംഡ is equal to 2π/8. അപ്പൊ അതായി. ഓക്കെ, റെഡി. ഓക്കെ, 2π/8 റെഡി. അപ്പോ ഇനി അടുത്ത ചോദ്യം ഇത് ബി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി സി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചു, പീരീഡ് ആ ചോദിച്ചു. ഓക്കെ, പീരീഡ് കാണാൻ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, സി ക്വസ്റ്റ്യൻ പീരീഡ് കാണാൻ ഒമേഗ എത്ര ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവല്ലോ, ഒമേഗ എത്രയുടെ ക്വസ്റ്റ്യൻ തന്നത് 3 ടി അല്ലെ, ഒമേഗ ടി 3 ആണ് ഒമേഗ അല്ലെ. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പീരീഡ് കാണാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പീരീഡ് ഒമേഗ is equal to 2π/t ആണ് അല്ലെ. അപ്പൊ ടി is equal to 2π, അയ്യോ ഇത് ക്ലോസ് ചെയ്തില്ല, സോറി കേട്ടോ, അത് ഷേപ്പേ പോവില്ല പണ്ടാണ്, അളക്കട്ടെ, ഷേപ്പിലായിരുന്നു ഇതുവരെ സാധനം, അതുപോലെ. അതായത് ഒമേഗ is equal to 3 ആണ്, ഒമേഗ is equal to 2π/t ആണ്. അപ്പൊ ടി is equal to 2π/ഒമേഗ ആണ്, 2π/3 എന്ന് വരും കേട്ടോ. ടി is equal to 2π/3 എന്ന് വരും. അപ്പൊ അതൊക്കെ. അപ്പൊ സി ക്വസ്റ്റ്യൻ ആയി. ഇനി എന്താ വേണ്ടത്, പീരീഡ് കഴിഞ്ഞ ഫ്രീക്വൻസി കാണണം. ഫ്രീക്വൻസി എന്താടാ, പീരീഡിന്റെ ഓപ്പോസിറ്റ് അല്ലെ. ഫ്രീക്വൻസി ഇപ്പം സി ഡി ക്വസ്റ്റ്യൻ ആക്കിയിട്ടില്ല, ഇത് സി ക്വസ്റ്റ്യൻ ആണ്. ഡി ക്വസ്റ്റ്യൻ ആയിട്ട് ഫ്രീക്വൻസി കാണണം. ഓക്കെ, ഫ്രീക്വൻസി കാണാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീക്വൻസി is equal to 1/t അല്ലെ, അതായത് 3/2π എന്ന് വരും. റെഡി, ഇത്രയും കാര്യങ്ങളൊന്നും കാണുന്നതിൽ നിങ്ങൾക്ക് പ്രയാസമൊന്നും ഇല്ലല്ലോ, കാണണം കേട്ടാ. അടുത്ത ചോദ്യം ഇല്ല. ഓക്കെ, ഞാൻ ഒരു ആവേശത്തിൽ അങ്ങനെ പോവാണ്. അപ്പോഴേ മോഹൻലാലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്, നിങ്ങൾക്ക് കുറച്ച് പ്രയാസമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. എനിവേ അടിപൊളിയായിട്ട് എല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുള്ളവർ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. മനസ്സിലാകാത്തവർ വീണ്ടും വീഡിയോ ഒന്ന് കണ്ടോക്കും, ഒന്നുകൂടെ ഒന്ന് എടുത്ത് കണ്ടോക്കി, നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ബ്രില്യന്റ് അല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവാതെ പിന്നെ ആർക്കും മനസ്സിലാവും. നിങ്ങൾ ഒന്നുകൂടെ കണ്ടോക്കി, നിങ്ങൾക്ക് മനസ്സിലാവും. കൃത്യമായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോ പ്രോബ്ലംസിന്റെ സൈഡിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ടായാൽ ഇതുപോലുള്ള ചോദ്യങ്ങളായിരിക്കും മിക്കവാറും വരിക. അപ്പൊ ആ ചോദ്യങ്ങളൊക്കെ വൃത്തിക്കൊക്കെ പഠിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കുക, അടിപൊളിയായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇൻസ്റ്റഗ്രാം പേജ് വഴി നിങ്ങൾക്ക് ചോദിക്കാം. മൈ ഇൻസ്റ്റഗ്രാം ഇതാണ്. ഓക്കെ, അതുവഴി നിങ്ങൾക്ക് ചോദിക്കാം. എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്താൽ മൊത്തം സെറ്റാക്കി അടിപൊളിയാക്കി ഫുള്ള് പഠിച്ചിട്ട് മക്കൾ നാളത്തെ പരീക്ഷ പോകാൻ പാടുള്ളൂ എന്ന് റാൻസിന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് റാൻസ് ഇങ്ങനെ നിങ്ങൾക്ക് പണി വരുന്ന കാര്യങ്ങളൊക്കെ റാൻസ് വേഗം ഇടപെട്ടിട്ടുള്ളത്. അതായത് NCERTയുടെ ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പണി വരുന്നുണ്ടെങ്കിൽ ചോദ്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് റാൻസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ മക്കളെ അടുത്തൊരു ഷോർട്ട് വീഡിയോസിൽ ഒരുപാട് ഷോർട്ട് വീഡിയോസ് നമുക്ക് ഇനി ചെയ്യാണ്ട്, ഷോർട്ട് വീഡിയോസുകളും അതുപോലെ തന്നെ കിഡിലായിട്ട് നാളെ
2 മണിക്ക് ലൈവ് ആയിട്ട് വരുന്നുണ്ട്. എന്തിനാ സാർ 2 മണിക്ക് ലൈവ്? 2 മണിക്ക് നിങ്ങൾ പഠിക്കാൻ തുടങ്ങും. അപ്പൊ ഒരു 5 മണിയാകുമ്പോൾ ലൈവ് തീരും. 5 മണിക്ക് മുതൽ ഞാൻ ഈ ഓരോ നോട്ടും നിങ്ങൾക്ക് അയച്ചുതരും. ഇരുന്ന് അടിപൊളിയായിട്ട് നൈറ്റ് ഫുൾ ഇരുത്ത് പഠിക്കുക. ഡൗട്ടുള്ളതൊക്കെ നൈറ്റ് ചോദിച്ച് ക്ലിയർ ചെയ്യുക. അപ്പൊ മക്കളെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും അടിപൊളിയായിട്ട് കണ്ടുമുട്ടാം. അപ്പൊ